ഹലോ ഫ്രണ്ട്സ്, ഞാൻ കൃഷ്ണപുരത്തുള്ള ഗഫൂർ ഖാൻ്റെ കടയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, അത് കാരണം ഞാൻ മാറി നിൽക്കുമായിരുന്നു. തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അപ്പം പിന്നെ ഞാൻ കടയിലേക്ക് കയറാമെന്ന് വെച്ചു. അപ്പം ഞാൻ കടയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും കമൻറ്റും തരിക, എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ കടയിലോട്ട് പോകട്ടെ. ഏത് സമയമാകുമ്പോഴേ ഇവിടെ തിരക്ക് കൂടുന്നത്? 7 തൊട്ട് 12 വരെ തിരക്കാണല്ലേ? നല്ല തിരക്കുണ്ടല്ലേ? ഞാൻ തിരക്ക് കുറയാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുമായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇത് കായംകുളത്ത് നിന്ന് 3 കിലോമീറ്റർ ഇങ്ങോട്ട് നമ്മുടെ ഓച്ചിറ ഭാഗത്തോട്ട് പോകാൻ കൃഷ്ണപുരം എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗഫൂർ ഖാൻ്റെ തട്ടുകട എന്നാണ് ഈ തട്ടുകടയുടെ പേര്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഭയങ്കര ആളാണ്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് തിരക്കാണ്. ഇത് ഒരു 12 o'clock വരെ ഭയങ്കര തിരക്കാണ് ഈ കടയിൽ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടിക്കറി, ബീഫ് ഉലർത്തിയത്, ചിക്കൻ ഫ്രൈ, ബീഫ് കറി, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. ഒരുപാട് ആളുകൾ ഇവിടെ ഇതിൻ്റെ രുചി പറ്റി ഒരുപാട് ആളുകൾ ദൂരെ നിന്നൊക്കെ വന്ന് ഇവിടെ കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നടത്തുന്നത് ഒരു ചേട്ടനും അതിൻ്റെ സിസ്റ്ററും കൂടെ ചേർന്നാണ്. അപ്പോൾ അതിനോട് ചോദിക്കാൻ നമുക്ക് ഈ കട എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന്. ഓക്കെ, ഇതെന്ന് തുടങ്ങി? ഈ കട തുടങ്ങിയിട്ട് എത്ര നാളായി? പിടിക്കുന്നു കട തുടങ്ങിയിട്ട് 5.5 വർഷമായി. 5.5 വർഷമായോ? ഞങ്ങൾ കായംകുളം ജംഗ്ഷനിൽ കുറച്ച് ഇങ്ങോട്ട് മാറിയായിരുന്നു കട. കൃഷ്ണ ലോഡ്ജിന്റെ അവിടെ ആയിരുന്നു. ഓക്കെ, അവിടുന്ന് ഞങ്ങളിപ്പം അവിടെ പണി നടക്കുന്ന റോഡ് ഹൈവേയുടെ NH ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് മാറി. NH പണി നടക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് മാറി തൽക്കാലത്തേക്ക്. അപ്പൊ ഇവിടെ നല്ല തിരക്കാണല്ലേ? എത്ര മണി മുതലാണ് നിങ്ങൾ ഇത് തുടങ്ങുന്നത്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 7 മണി തൊട്ട് 12 മണി വരെ നമുക്ക് നല്ല തിരക്കാണ്. 7 തൊട്ട് 12 വരെ ഭയങ്കര തിരക്കാണ്. അപ്പം കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? വീട്ടിൽ നിന്നാണോ? അല്ലല്ല, നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്നെല്ലാം ചെയ്യാം. ഞങ്ങളൊരു 3 മണിയാകുമ്പം വരും. ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടെ ചെയ്യുന്ന അതിൻ്റെ പാചകങ്ങളെല്ലാം ഞാൻ ആങ്ങളെയും കൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളുടെ ഇപ്പം കസ്റ്റമേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്തായിരിക്കും അവർ പറയുക? അവർ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ പോകുന്ന ഒരു 40 കിലോ ബീഫ് വരെ നമുക്ക് ഒരു ദിവസം 40 കിലോ ഒരു ദിവസം പോകുന്നുണ്ട് ബീഫ് അല്ലേ? ഓക്കെ, പിന്നെ ചിക്കനൊക്കെ നമുക്ക് ചിക്കൻ പോകും. അതുപോലെ തന്നെ 40 കിലോ പോട്ടി ഡെയിലി. നമുക്ക് ഏറ്റവും ഇവിടെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് പോട്ടിയും ബീഫുമാണ് ഏറ്റവും നമ്മുടെ പോകുന്നത്. ഓക്കെ, പോട്ടിയും ബീഫും ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചെലവാകുന്നത് അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ? നമ്മള് ചിക്കൻ ഫ്രൈ, ഈ ഇരിക്കുന്ന ചിക്കൻ ഫ്രൈക്ക് 120 രൂപ, ബീഫ് ഫ്രൈ 110 രൂപയാ. ഓക്കെ, 110 ബീഫ് ഫ്രൈ. ചിക്കൻ വരട്ട് 130 രൂപയാ. ചിക്കൻ വരട്ടിയത് 130 രൂപ. ബീഫ് കറി 100 രൂപ. ബീഫ് കറി 70 രൂപ. 70 വന്നപ്പോഴത്തേന് പോട്ടി തീർന്നു പോയി. അച്ഛാ, പോട്ടി തീർന്നു പോയി അല്ലേ? ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് രുചിച്ചൊക്കെ നോക്കട്ടെ. നിങ്ങളുടെ ചിക്കൻ ഫ്രൈ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ചിക്കൻ ഫ്രൈ എടുക്കാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആഹാ, സൂപ്പർ കേട്ടോ, സൂപ്പറാണ് ചിക്കൻ ഫ്രൈ. ഓക്കെ, പിന്നെ പൊറോട്ടയുണ്ട്, പിന്നെന്താ ദോശ, ഓംലെറ്റ്, ചട്നി, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ കടയിൽ ഒരുപാട് ആളുകൾ വരട്ടെ. അഭിനന്ദനങ്ങൾ, ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഫുഡ് ഇവിടുന്ന് നിങ്ങൾ സെർവ് ചെയ്യുന്ന നിങ്ങളുടെ കൈകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കടയെ വലിയ കടയായി മാറട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഫുഡൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി എപ്പോഴെങ്കിലും ഇതുവഴി വരുവാണെങ്കിൽ ഞങ്ങളിവിടെ കയറുന്നതായിരിക്കും, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ മനെ, താങ്ക് യു സോ മച്ച്.